നല്ലൊരാശയം എൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഈ പാട്ട് പാടിയപ്പോൾ ഇങ്ങനൊരു നല്ലൊരാശയമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. 1 കൊരിന്ത്യർ 14:26 ഇങ്ങനെ പറയുന്നു: സഹോദരരെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കൂട്ടായ്മകളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മകളിൽ നമുക്ക് വാർഡ് തലത്തിലെ കൂട്ടായ്മകളുണ്ട്. പക്ഷേ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം നമ്മുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എല്ലാവരുടെയും ഹൃദയം ജ്വലിക്കണം എന്നുള്ളത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഒരു പ്രധാന ഉദ്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ ഓരോരുത്തർക്കും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും കൂടുതൽ മെച്ചപ്പെട്ട ഒരു കൂട്ടായ്മയായിരിക്കുമെന്ന് ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു താങ്ക്സ് ഗിവിങ് പ്രയർ, ഒരു സങ്കീർത്തനം, ഒരു സാരോപദേശം, ഒരു വചനത്തിൽ നിന്നും ലഭിച്ച ഒരു റെവലേഷൻ, അല്ലെങ്കിൽ ഒരു പാട്ടാണെങ്കിലും പങ്കുവയ്ക്കാനായിട്ട് 1-2 മിനിറ്റ് ഒരാൾക്ക് കൊടുത്തങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കാം എന്നുള്ള ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്. വളരെ പ്രത്യേകമായി മിഡിൽ ഈസ്റ്റിൽ വലിയ സമാധാനം യേശുവിൻ്റെ രക്തത്താൽ ക്ലെയിം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നേതാക്കന്മാരെയും ഈശോയുടെ രക്തത്താൽ കഴുകിയ പരിശുദ്ധാത്മാവിനെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.